ഹലോ, നല്ലൊരു ഞായറാഴ്ച ഒഴിവ് ദിവസമായിട്ട് ഇപ്പോൾ അമ്മ കാലുളുക്കിയിട്ട് ഒഴിയാണ്. ഇന്നലെ രാത്രി വണ്ടിയും കൊണ്ട് വീട്ടിൽ വന്നിട്ട് കാല് ഇതുപോലെ മാസമായിട്ട് എടുത്തിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയതാണ്. കാലുളുക്കി അമ്മ ആ ഒരു മണിക്ക് നിന്നാൽ പോരെ എന്ന് പറഞ്ഞ് ചീത്തയും പറഞ്ഞ് ഒഴിഞ്ഞു തരികയാണ്. പിന്നെ കുറെ കഴിഞ്ഞ് അച്ഛൻ്റെ നിന്ന് പൈസയും വാങ്ങി ഇപ്പോൾ അച്ഛൻ്റെ വണ്ടി എടുത്തിട്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവാണ്. ചെറിയ പിള്ളേർ സൈക്കിളിൽ വരെ ഈ വണ്ടിനെ വെട്ടിച്ചിട്ട് പോകും, അത്രയ്ക്ക് സ്പീഡാണ് ഇതിന്. ചിക്കൻ കടയിൽ പോയപ്പോൾ നല്ല തിരക്ക്, 4 കോഴി ഇനിയും വെട്ടിക്കൊടുക്കാണ്ട് ഇത്രേ. പിന്നെ ഈ വരുന്നവൻ ഹലോ യൂട്യൂബർ ആട്ടാ, വല്ല ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ചിക്കൻ്റെ വില നോക്കിയപ്പോൾ 136 രൂപ. എടാ ചിക്കൻ്റെ വില കൂടുതലാണ്, ഇനി അടുത്ത തവണ വരുമ്പോൾ നിൽക്കി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവനെ വിട്ടാക്കി. പിന്നെ ചിക്കൻ കടയിൽ പോയി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കോഴികളെ കണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സഹതാപവും വിഷമവും തോന്നും. എന്ത് ചെയ്യാനാ പാവങ്ങൾ. ശേഷം വീട്ടിലേക്ക് വലിയൊരു കോഴി നോക്കി പാഴ്സലാക്കി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേഗം വീട്ടിൽ പോയി ഇപ്പോൾ അമ്മൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ കറിപ്പാത്രത്തിൽ ഇട്ടപ്പോൾ ചിക്കൻ കറി ആയിട്ടുണ്ട്. ശേഷം അമ്മൻ്റെ കയ്യിൽ കാമുകൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കാനൊക്കെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ തമാശയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചോറിനാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് മഴയായതുകൊണ്ട് സമയം പോകാനായിട്ട് പഴയ ഓട്ടോഗ്രാഫ് വായിക്കാൻ എടുക്കുകയാണ്. അതിലെഴുതിയതൊക്കെ വായിച്ച് ചിരിക്കുകയാണ്. പാറ പൊട്ടിയാലും പർവ്വതം കിട്ടിയാലും 10ാം ക്ലാസ് പൊട്ടരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ബാഹുബലിയാണ്. ഇന്ന് കാലത്ത് ഇതുപോലത്തെ ഓട്ടോഗ്രാഫും ഇല്ല, അതുപോലെ തന്നെ ഞാനൊക്കെ കണക്ക് പഠിച്ച ഇതുപോലത്തെ മനപ്പാടം മെഞ്ചുപടി ബുക്കും ഇല്ല. ശേഷം ഉച്ചയ്ക്ക് ശേഷം കൊടയും എടുത്ത് കടയിൽ പോയി ആവശ്യത്തിന് തിന്നാനും വാങ്ങിച്ചപ്പോൾ ചായ വെച്ച് കുടിക്കുകയാണ് വീട്ടിൽ. മഴയായതുകൊണ്ട് പുറത്തു പോകാനും പറ്റുന്നില്ല. പിന്നെ ആവാത്ത പണിക്ക് ഇതുപോലെ മാസ് കാണിക്കാൻ നിന്നിട്ട് കാല് ഉളുക്കിപ്പോൾ വേദനിച്ച് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ആരും അറിയാത്ത പണി ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. കാലൊക്കെ ഒന്ന് നേരെ ഒഴിഞ്ഞ് ശരിയാക്കട്ടെ.